നമസ്കാരം. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് അറിവ് എന്ന് പറയുന്നത്. ആ ശ്രേഷ്ഠമായ അറിവ് നമുക്ക് കിട്ടുന്നത് പല രീതിയിൽ നിന്നാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അറിവ്, അതേപോലെ തന്നെയാണ് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവ്. വായന എന്ന ആ കർമ്മപഥം നമ്മുടെ ജീവിതത്തെ നമ്മളെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അറിവിൻ്റെ ശ്രേഷ്ഠത വായനയിൽ കൂടി നമുക്ക് കിട്ടുമ്പോൾ അത് മനനം ചെയ്ത് സൃഷ്ടിപരമായി കാര്യപ്രാപ്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രേയസ്കരമായ കാര്യം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ ആ വരികൾ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. ഓരോ പുസ്തകത്തിനും അതിൻ്റേതായിട്ടുള്ള മഹനീയത ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ആ വായനയുടെ ശ്രേഷ്ഠത കൊണ്ട് ഒരു മനുഷ്യനെ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്, ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമുണ്ട്. ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുന്നത്. സൃഷ്ടിപരമായ അറിവ് കൊണ്ട് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അവിടെ ഉണ്ടാകുന്ന വിജയം ഒരു സന്തോഷത്തിൻ്റെ പ്രതീകം കൂടിയാണ്. പുസ്തകം നമ്മുടെ ഒരു സുഹൃത്താണ്. വിദ്യാർത്ഥികൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യവും തന്നെയാണ്. ബാല്യകാലം മുതൽ തന്നെ വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും എന്നും പുസ്തകം നമ്മുടെ ഏറ്റവും വലിയ ഒരു സുഹൃത്തായി മാറുന്നു. എല്ലാവർക്കും നമസ്കാരം. വായന നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ശ്രേഷ്ഠമായ കർമ്മരംഗം ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.